മലപ്പുറം ജില്ലയിലെ ചോക്കാട് പഞ്ചായത്തിലെ ജനവാസ മേഖലയിലെ ഒരു വീട് പോലും ബഫർ സോൺ മേഖലയിൽ ഉൾപ്പെടുന്നില്ലെന്ന് സർവേ ഫലം. ചോക്കാട് പഞ്ചായത്തിൽ ഇതിനോടകം 116 പരാതികളാണ് ലഭിച്ചത്. ചോക്കാട് വില്ലേജിലെ 300ഓളം ഏക്കർ കൃഷിഭൂമിയിലാണ് കരുതൽ മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. തർക്കമുള്ള പ്രദേശങ്ങളിൽ വനം വകുപ്പ്, പഞ്ചായത്ത്, വില്ലേജ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ജിയോ ടാങ്കിംഗ് നടത്തി എല്ലാ രേഖകളും യഥാസമയം സമർപ്പിച്ചു. ചോക്കാട് പഞ്ചായത്തിൽ ആകെ 116 പരാതികളാണ് ലഭിച്ചത്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെയും സൈലന്റ് വാലിയുടെയും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ് നിലവിൽ ബഫർ സോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ചിങ്കക്കല്ല് ആദിവാസി കോളനി നേരത്തെ കരുതൽ മേഖലയിൽ വരുമെന്ന് ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഒറ്റ വീടും ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. ജനുവരി 7 മുൻപ് പരാതികൾ സ്വീകരിച്ച് കർഷകരുടെ ആശങ്ക പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രദേശവാസിയായ സിറാജ് നിലമ്പറ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ ബഫർ സോണുമായി ബന്ധപ്പെട്ട് 111 അപേക്ഷ കിട്ടിയതിൽ 109 അപേക്ഷയും തീർപ്പ് കൽപ്പിക്കുകയും 116 കൈവശക്കാരുടെ ഭൂമി ജിയോ ടാഗ് ചെയ്ത് സർക്കാരിനേക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 ദിവസമായിട്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഇവിടുത്തെ ഹെൽപ്പ് ഡെസ്കും അതുപോലെ വില്ലേജ് ജീവനക്കാരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആളുകളും എല്ലാവരും ചേർന്നിട്ട് കർഷകരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനവാസ മേഖലയിലേക്ക് ഇത് എത്തുന്നില്ല എന്ന് തീർപ്പ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ദ്രുതഗതിയിൽ തന്നെ പഞ്ചായത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിലവിൽ ബഫർ സോണിൽ ഉൾപ്പെടാമെന്ന് കരുതുന്ന സർവേ നമ്പറുകൾ പോലും ഉൾവനത്തോട് ചേർന്ന് കിടക്കുന്നവയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെയും സൈലന്റ് വാലിയുടെയും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ് നിലവിൽ ബഫർ സോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.